വ്യാവസായിക വാണിജ്യ രംഗങ്ങളിൽ അതിവേഗം പടരുന്ന ഡിജിറ്റൽവൽക്കരണവും ക്ലൗഡ് സാങ്കേതികവിദ്യയെ പുൽകുന്നതും സർക്കാർ തലത്തിൽ നിന്നുള്ള സൗഹാർദ്ദ നടപടികളുമൊക്കെ ഡാറ്റാ സെൻറ്റർ മേഖലയുടെ വളർച്ചയ്ക്ക് ഗതിവേഗം പകരുന്നുണ്ട്. ആഗോളതലത്തിലെ സ്ഥിതിഗതികളും താൽപ്പര്യവും പരിഗണിച്ചായാലും ഡാറ്റാ സെൻറ്റർ മേഖലയിൽ ഇന്ത്യ അതിവേഗം വളരുകയാണെന്ന് കാണാം. 2026 സമീപഭാവിയിലേക്കുമായി 40ഓളം ഡാറ്റാ സെൻറ്റർ പദ്ധതികളാണ് ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ അടിസ്ഥാനപരമായി ശക്തമായ നിലയിലുള്ളതും സമീപ വർഷങ്ങളിൽ മികച്ച വളർച്ച പ്രകടമാക്കുന്നതുമായ 4 ഡാറ്റാ സെൻറ്റർ ഓഹരിയുടെ വിശദാംശങ്ങൾ നോക്കാം. ആഗോളതലത്തിൽ തന്നെ ബാങ്കിംഗ് മേഖലയിലേക്ക് ആവശ്യമായ വിവിധ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകളും കൺസൾട്ടൻസി സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് ഓറിയന്റ് പ്രോ സൊല്യൂഷൻസ് ലിമിറ്റഡ്. ട്രാൻസാക്ഷൻ ബാങ്കിംഗ് പ്ലാറ്റ്ഫോം, സൈബർ സെക്യൂരിറ്റി, കസ്റ്റമർ എക്സ്പീരിയൻസ് തുടങ്ങിയ സേവനങ്ങളിലാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഓറിയന്റ് പ്രോ സൊല്യൂഷൻസിൻ്റെ വരുമാനം 33.5%, പ്രവർത്തന ലാഭം 32.2% നിരക്കിലും സംയോജിത വാർഷിക വളർച്ച രേഖപ്പെടുത്തുന്നു. നിലവിൽ കമ്പനിക്ക് പറയത്തക്ക കടബാധ്യതകളില്ല. നിക്ഷേപകർക്ക് മുടങ്ങാതെ ലാഭവിഹിതം നൽകുന്നുമുണ്ട്. ഏകദേശം 1250 കോടിയുടെ കരാറുകൾ ഓറിയന്റ് പ്രോ സൊല്യൂഷൻസ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതിൽ 40% ബാങ്കിംഗ് മേഖലയിൽ നിന്നും ബാക്കി 60% സാങ്കേതികവിദ്യാ നവീകരണത്തിനുമായി ലഭിച്ച കരാറുകളാണ്. അതേസമയം ഉയർന്ന സാമ്പത്തിക വളർച്ച കാണിക്കുന്ന ദക്ഷിണപൂർവേഷ്യ, മധ്യപൂർവേഷ്യ, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ വിപണികളിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള കമ്പനിയുടെ ശ്രമം ഊർജിതമാണ്. ഡാറ്റാ സെൻറ്റർ വിഭാഗത്തിലേക്കും ഹൈബ്രിഡ് ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിലേക്കും ഓറിയന്റ് പ്രോ സൊല്യൂഷൻസ് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 30% വളർച്ചയാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിലൂടെ 1750 രൂപയിലാണ് ഓഹരിയുടെ ക്ലോസിംഗ്. ഈ വർഷം വിപണി വിലയിൽ 62% വർധന ഓറിയന്റ് പ്രോ സൊല്യൂഷൻസ് ഓഹരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ നിർമ്മാണ മേഖലയിൽ പ്രശസ്തരായ അമേരിക്കയുടെ കമ്മിൻസ് ഗ്രൂപ്പിൻ്റെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഉപകമ്പനിയാണ് കമ്മിൻസ് ഇന്ത്യ ലിമിറ്റഡ്. 2.8 മുതൽ 95 ലിറ്റർ ശേഷിയുള്ള ഡീസൽ ഓൾട്ടർനേറ്റീവ് ഫ്യൂൽ എഞ്ചിനുകൾ, 3000 കിലോവാട്ട് ശേഷിയുള്ള ഡീസൽ ഓൾട്ടർനേറ്റീവ് ഫ്യൂൽ അധിഷ്ഠിത ജനറേറ്ററുകൾ, അനുബന്ധ ഘടകങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ടെക്നോളജി സേവനങ്ങളിലുമാണ് ഈ മിഡ് ക്യാപ് കമ്പനിയുടെ പ്രവർത്തനം ശ്രദ്ധയൂന്നിയിരിക്കുന്നത്. ഡാറ്റാ സെൻറ്ററുകൾക്ക് ആവശ്യമായ ബാക്കപ്പ് പവർ സേവനങ്ങൾ കമ്മിൻസ് ഇന്ത്യ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കൂടാതെ IT, റിയാലിറ്റി, ഹെൽത്ത് കെയർ, ഡാറ്റാ സെൻറ്ററുകൾക്ക് ആവശ്യമായ പവർ ജനറേറ്ററുകളും നൽകുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷക്കാലയളവിൽ കമ്മിൻസ് ഇന്ത്യയുടെ വരുമാനം 27%, അറ്റാദായം 39% നിരക്കിലും സംയോജിത വാർഷിക വളർച്ച കൈവരിച്ചു. കമ്പനിക്ക് പറയത്തക്ക കടബാധ്യതകളില്ല. മുടക്കമില്ലാതെ നിക്ഷേപകർക്ക് ലാഭം കൈമാറുന്നുമുണ്ട്. ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിലൊടുവിൽ 3370 രൂപയിലാണ് ഈ മിഡ് ക്യാപ് ഓഹരിയുടെ ക്ലോസിംഗ്. ഈ വർഷം വിപണി വിലയിൽ 72% വർധന കമ്മിൻസ് ഇന്ത്യ ഓഹരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പവർ ടെക്നോളജി, റോബോട്ടിക്സ്, ഓട്ടോമേഷൻ, മോഷൻ ടെക്നോളജീസ് തുടങ്ങിയ സെക്ടറുകളിൽ നവീന സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ എഞ്ചിനീയറിംഗ്, പ്രോഡക്റ്റ്, സൊല്യൂഷൻ സേവനങ്ങൾ വാഗ്ദാനം ചെയ്ത സ്വീഡിഷ് ബഹിരാഷ്ട്ര കമ്പനിയായ ABBയുടെ രാജ്യത്തെ ഉപകമ്പനിയാണ് ABB ഇന്ത്യ ലിമിറ്റഡ്. ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ട് വിവിധ എഞ്ചിനീയറിംഗ് സേവനങ്ങളും സാങ്കേതികവിദ്യയും ഓട്ടോമേഷൻ സൊല്യൂഷൻസും വാഗ്ദാനം ചെയ്യുന്നതിനാൽ തന്നെ രാജ്യത്ത് അതിവേഗം വളരുന്ന ഡാറ്റാ സെൻറ്റർ മേഖലയിൽ നിന്നുള്ള അവസരം പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന മുൻനിര കമ്പനിയുമാണിത്. കൂടാതെ വ്യവസായ വാണിജ്യ മേഖലകളിൽ ഡിജിറ്റൽവൽക്കരണം ശക്തമാകുന്നതും ABB ഇന്ത്യയുടെ ഭാവി ബിസിനസ് സാധ്യതകൾ ശോഭനമാക്കുന്നു. കമ്പനി നേതൃത്വം ഏറ്റവും ഒടുവിലായി പുറത്തിറക്കിയ റിസർച്ച് റിപ്പോർട്ടിൽ ഡാറ്റാ സെൻറ്റർ മേഖലയിൽ നിന്നും വൻ വളർച്ച കൈവരിക്കാൻ സാധിക്കുമെന്ന് സൂചിപ്പിച്ചിരുന്നു. ഈ സെക്ടറിൽ നിന്നും വലിയ കരാറുകൾ ഇതിനകം നേടിയെടുക്കാനും ABB ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ബുധനാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ 8978 രൂപയിലായിരുന്നു ABB ഇന്ത്യ ഓഹരിയുടെ ക്ലോസിംഗ്. ഈ വർഷം വിപണി വിലയിൽ 47% വർധന ഈ ലാർജ് ക്യാപ് ഓഹരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. റെഫ്രിജറേഷൻ, എയർ കണ്ടീഷനിംഗ് തുടങ്ങിയ മേഖലകളിലേക്കുള്ള വിവിധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും ഇലക്ട്രോ മെക്കാനിക്കൽ പദ്ധതികൾക്ക് ആവശ്യമായ EPC സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതുമായ മുൻനിര ടാറ്റ ഗ്രൂപ്പ് കമ്പനിയാണ് വോൾട്ടാസ് ലിമിറ്റഡ്. ഡാറ്റാ സെൻറ്ററുകളിൽ ചൂട് നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന വിവിധ കൂളിംഗ് ഉൽപ്പന്നങ്ങൾ കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ 2027 8.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടക്കുമെന്ന് കരുതപ്പെടുന്ന ഇന്ത്യയിൽ ഡാറ്റാ സെൻറ്റർ മേഖലയിൽ നിന്നും തക്കതായ വിപണി വിഹിതം നേടിയെടുക്കാൻ പ്രാപ്തിയുള്ള ടാറ്റ ഗ്രൂപ്പ് കമ്പനിയാണിത്. അതേസമയം കഴിഞ്ഞ 3 വർഷത്തിനിടെ ഗണ്യമായ നിലയിൽ വോൾട്ടാസിൻ്റെ വരുമാനത്തിൽ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും സമാന പ്രകടനം അറ്റാദായത്തിൻ്റെ കാര്യത്തിൽ കൈവരിക്കാനായിട്ടില്ല. ഓരോ ഉടമകൾക്ക് എല്ലാ വർഷവും ഡിവിഡൻഡ് കൈമാറുന്നുമുണ്ട്. ചൊവ്വാഴ്ച വ്യാപാരത്തിനുള്ളിൽ 1672 രൂപയിലായിരുന്നു വോൾട്ടാസ് ഓഹരിയുടെ ക്ലോസിംഗ്. ഈ വർഷം വിപണി വിലയിൽ 75% വർധന ഈ മിഡ് ക്യാപ് ഓഹരിയിൽ കുറിച്ചു. ബാങ്കിംഗ്, ഇൻഷുറൻസ്, ഫിനാൻഷ്യൽ, ടെക്നോളജി, ടെലികമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയ സെക്ടറുകളിൽ നിന്നും ഡാറ്റാ സെൻറ്റർ മേഖലയിലേക്കുള്ള ആവശ്യകത ക്രമേണ വർദ്ധിക്കുന്ന പ്രവണതയാണ് കാണിക്കുന്നത്. അതേപോലെ സർക്കാർ ഭരണ നയങ്ങളും ഇന്ത്യയിലെ ഡാറ്റാ സെൻറ്റർ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവ രണ്ടും വളർച്ചയ്ക്ക് പ്രേരണയേകുന്ന ഘടകങ്ങളുമാണ്. എന്നിരുന്നാലും ആശ്രയിക്കാവുന്ന അതിവേഗ ഇൻ്റർനെറ്റ് ലഭ്യത എല്ലായിടത്തും വന്നു ചേരാത്തതും സംസ്ഥാന തലത്തിൽ വ്യത്യസ്ത നികുതികളും ഊർജ്ജ ആവശ്യകതയും നയസമീപനത്തിലെ വ്യതിയാനങ്ങളുമൊക്കെ രാജ്യവ്യാപകമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഡാറ്റാ സെൻറ്റർ കമ്പനികൾക്ക് വെല്ലുവിളിയും ഉയർത്തുന്നു. മേൽ സൂചിപ്പിച്ച ഓഹരികളെ സംബന്ധിക്കുന്ന വിവരം പഠനാവശ്യർത്ഥം പങ്കുവച്ചാണ്. നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശവും ഉപദേശമോ അല്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണെന്ന് ഓർക്കുക. ഓഹരികൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം തേടുകയോ സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.